ടാറ്റയുടെ ന്യൂ പഞ്ച് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതും ഞാൻ തന്നെയാണ് ലോഞ്ച് ചെയ്ത് ആദ്യമായിട്ട് ഓടിച്ചു നോക്കുന്നത് ഞാനാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നല്ല വണ്ടിയാണ്. ഏറ്റവും ഒരു പ്രൈസിൽ വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരു വണ്ടിയാണ്. ഇതിൻ്റെ 2 മോഡൽ CNG ഉണ്ട്, പെട്രോൾ. ഇത് പെട്രോൾ വണ്ടിയാണ്. CNG ഉണ്ട്. CNG ചെറിയ വില വ്യത്യാസം ഉണ്ടാവും എന്നുള്ളേ ഉള്ളൂ. പക്ഷേ CNG വളരെ കംഫർട്ടബിൾ ആയിരിക്കും. വണ്ടി ബൂട്ട് സ്പേസ് ഒന്നും കുറയാതെ അവർ ചെയ്തിരിക്കുകയാണ് CNG വണ്ടിക്ക്. അതാണ് ബൂട്ട് സ്പേസ് കുറയുന്നുള്ളതാണ്. CNG ടാങ്ക് വരുമ്പോൾ ബൂട്ട് സ്പേസ് കുറയും. പക്ഷേ ബൂട്ട് സ്പേസ് കുറയാതെയാണ് ടാറ്റ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ നല്ല മ്യൂസിക് സിസ്റ്റം ഞാൻ അതിനകത്ത് കേൾക്കാം. അതിമനോഹരമായ മ്യൂസിക് സിസ്റ്റമാണ് ഈ പഞ്ചായത്തിരിക്കുന്നത്. നല്ല സൗണ്ടാണ്, നല്ല മനോഹരമായ സൗണ്ടാണ്. അത് എൻജോയ് ചെയ്ത് കാരണം അതിനകത്ത് എല്ലാ ടെക്നോളജികളും ഏതാണ്ട് സേഫ്റ്റിക്കുള്ള എല്ലാ ടെക്നോളജിയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ടാറ്റ മാറിയിരിക്കുന്ന ഒരു സ്ഥലത്താണ്. ടാറ്റയുടെ സർവീസ് സെൻറ്ററുകളാണ്. കേരളത്തിൽ 84 സർവീസ് സെൻറ്ററുകൾ അവർ തുടങ്ങാൻ കഴിയുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹമാണ്. നമ്മൾ ഏത് വണ്ടി വാങ്ങുമ്പോഴും എവിടെ സർവീസ് ചെയ്യും, അടുത്ത് സർവീസ് സെൻറ്റർ ഉണ്ടോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ ടാറ്റ 84 സ്ഥലങ്ങളിൽ സർവീസ് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. ഈ വണ്ടികളെല്ലാം വരുമ്പോൾ നേരത്തെ തന്നെ പഞ്ച് ഹിറ്റായ ഇന്ത്യയിൽ ഹിറ്റായ ഒരു വണ്ടിയാണ്. ആ വണ്ടി വീണ്ടും പുതിയ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രൂപകൽപ്പന. സീറ്റൊക്കെ നല്ല സുഖമാണിരിക്കാൻ. വണ്ടി ഓടിക്കുമ്പോഴും നല്ല സുഖമുണ്ട്. അതിലുപരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. പാട്ട്, സൗണ്ട്, മെറ്റാലിക് സൗണ്ടാണ് സ്പീക്കർ വെച്ചിരിക്കുന്നത്. മനോഹരമായ സ്പീക്കറാണ് വെച്ചിരിക്കുന്നത്. നല്ല സൗണ്ട് എഫക്റ്റ് ഉണ്ട്. അത് ആസ്വദിക്കണം നേരിട്ട്. സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ളൊരു വണ്ടി ഇന്ന് ലോഞ്ച് ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ടാറ്റയുടെ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളെല്ലാം ഈ വണ്ടിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ CNG എന്ന് പറയുമ്പോൾ നമുക്ക് പൊല്യൂഷൻ കുറയ്ക്കാനൊക്കെ CNG വാഹനങ്ങളിലേക്ക് നമ്മൾ മാറുന്നത് വളരെ നല്ലതാണ്. ഓട്ടോറിക്ഷയെല്ലാം മാറുകയാണ്. ഒരുപാട് വണ്ടികൾ CNGയിലേക്ക് മാറുന്നു. വിലയിലുള്ള വ്യത്യാസമുണ്ട്, മൈലേജിലുള്ള വ്യത്യാസമുണ്ട്, പിന്നെ വായു മലിനീകരണത്തിനുണ്ടായിട്ടുള്ള കുറവ്. അപ്പോൾ CNG എടുക്കുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം എന്നെനിക്ക് തോന്നുന്നു. നല്ലൊരു വണ്ടി കൂടി നമ്മളെ നിരത്തിലേക്ക് വന്നതിൽ അതിയായ സന്തോഷം.